നാട്ടിലും പുറം രാജ്യങ്ങളിലും ഒക്കെ ക്യാൻസർ രോഗികളുടെ നമ്പറുകൾ എന്നും ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ടൈം നാട്ടിലാരെങ്കിലും ക്യാൻസർ മുഖേന മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ രോഗിയുടെ ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നു കണ്ടു നിൽക്കാൻ പറ്റാത്ത പോലെ വേദന സഹിച്ചാണ് ആൾ മരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മരിക്കുന്ന നമ്പേഴ്സ് ആൾക്കാരുടെ ഫാമിലിയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയും ക്യാൻസർ അല്ലേ, വേദന ഉണ്ടാവുമല്ലോ കാണാം. അതായത് ഭയങ്കര നോർമലൈസ്ഡ് ആയിട്ട് പറയുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് ഈ ലോകത്ത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ആവശ്യത്തിന് പെയിൻ കില്ലേഴ്സ് കൊടുത്ത് വളരെ കാമായിട്ടാണ് രോഗികൾ മറ്റുള്ള രാജ്യങ്ങളിൽ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതുപോലെ വേദന എടുത്ത് പൊളഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്? അത് പിന്നെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ മനസ്സിലൊരു ട്രോമ കിടക്കുന്നു. എന്താണേലും ഈ രോഗി മരിക്കുകയാണ്, അപ്പോൾ ഈ രോഗിയെ എന്തുകൊണ്ട് കാമായിട്ട് പീസ്ഫുള്ളായിട്ട് മരിക്കാൻ വിടുന്നില്ല എന്നാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ഈ ലോകത്ത് മോർഫീനും ഫെന്റനിലും ഓക്സിക്കോഡോണൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള വേദനയുള്ള രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ്, അല്ലാതെ ഇത് ഡ്രഗ് അബ്യൂസേഴ്സിന് യൂസ് ചെയ്യാനായിട്ടുള്ള സാധനമല്ല. ഇത് രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ആ ഡിസേർവ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ആ കറക്റ്റായിട്ടുള്ള ഡോസുകൾ കിട്ടുന്നില്ല? ഈവൻ അവർ എൻഡ് ഓഫ് ലൈഫ് ടൈമിൽ അവർക്ക് എന്തുകൊണ്ട് ഈ ഡോസേജ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല? അവരെ കാമായിട്ട് മരിക്കാൻ അനുവദിക്കുന്നില്ല.